ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ ഒരു 3 പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ടാണ്. മാഗ്നറ്റിക് മെറ്റീരിയൽസ് കാണിക്കുന്ന ഒരു 3 പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ടാണ്. പാരാമാഗ്നറ്റിസം, ഡയാമാഗ്നറ്റിസം ആൻഡ് ഫെറോ മാഗ്നറ്റിസം. ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് എന്താണ് പാരാമാഗ്നറ്റിസം, ഡയാമാഗ്നറ്റിസം, ഫെറോ മാഗ്നറ്റിസം എന്നുള്ള 3 പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞു മാഗ്നറ്റിക് മെറ്റീരിയൽസ് കാണിക്കുന്ന പ്രോപ്പർട്ടീസാണ് പാരാമാഗ്നറ്റിസം, ഡയാമാഗ്നറ്റിസം, ഫെറോ മാഗ്നറ്റിസം എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ എന്താണ് മാഗ്നറ്റിക് മെറ്റീരിയൽസ്, എന്തുകൊണ്ടാണ് അവരെ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് വിളിക്കണം എന്നുള്ള പറയണം. നമ്മുടെ ഈ ടോപ്പിക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ അല്ലേ. അതായത് ഒരു മാറ്ററിൻ്റെ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്, നമുക്കറിയാം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ആ മെറ്റീരിയൽ മാഗ്നറ്റിക് മെറ്റീരിയൽ ആവുക, എന്താണ് മാഗ്നറ്റിക് മെറ്റീരിയൽ ആവുള്ള കണ്ടീഷൻ, ഇതാണ് നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു മെറ്റീരിയൽ, അതായത് എല്ലാ മെറ്റീരിയലും എന്തല്ല, മാഗ്നറ്റിക് മെറ്റീരിയൽ അല്ല. മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടണം അല്ലേ. അപ്പോൾ എല്ലാ മെറ്റീരിയലും നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടുന്നില്ല. അപ്പോൾ എങ്ങനത്തെ ടൈപ്പ് മെറ്റീരിയൽസിനാണ് നമ്മൾ എന്ന് പറയുന്നത് മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കണം വേണ്ടേ. അപ്പോൾ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയണമെങ്കിൽ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എക്സിസ്റ്റ് ചെയ്യണം. ആ പ്രോപ്പർട്ടിയാണ് പറയുന്നത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്. ഓക്കെ, അപ്പോൾ എല്ലാ മാഗ്നറ്റിക് മെറ്റീരിയൽസിനകത്തും എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇനി മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് ഒരു മെറ്റീരിയലിനകത്ത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യാം? മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ ഉള്ളിൽ എന്ത് വേണം, ആ മെറ്റീരിയലിൻ്റെ ഉള്ളിലത്തെ മോളിക്യൂൾസിൻ്റെ ഓറിയൻറ്റേഷൻ, അതിൻ്റെ ഉള്ളിലത്തെ ആറ്റംസിനകത്ത് ഇലക്ട്രോൺസിൻ്റെ ഓറിയൻറ്റേഷൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് അതിനകത്ത് ആ മെറ്റീരിയലിനകത്ത് ഉണ്ടാവുന്നത് അല്ലേ. ഇനി മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് സ്ട്രോങ് ആവണമെങ്കിൽ അതിനകത്തെ ആറ്റംസ്, അതായത് ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്നത് രണ്ട് കാര്യത്തിനെ, അല്ലെങ്കിൽ മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറയുന്നത് രണ്ട് കാര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? അതായത് നമുക്കറിയാം ഇലക്ട്രോൺസ് എന്താ ചെയ്യുന്നത്, ന്യൂക്ലിയസിന് ചുറ്റും അല്ലേ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിവോൾവ് ചെയ്യുമ്പോൾ അവർക്ക് ആംഗുലർ മൊമെൻ്റ് ഉണ്ട്. ആ ആംഗുലർ മൊമെൻറ്റത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം അല്ലേ. പിന്നെ അവർ സ്വയം തിരിയുമ്പോൾ അവർക്ക് ഒരു ആംഗുലർ മൊമെൻ്റ് കിട്ടുന്നുണ്ട്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പിൻ ആംഗുലർ മൊമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റിൻ്റെയും സ്പിൻ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെയും ടോട്ടൽ ആയിട്ടുള്ള മൊമെൻ്റാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ആൻ ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ് ദ സം ഓഫ് കോൺട്രിബ്യൂഷൻസ് ഫ്രം ഓർബിറ്റൽ ആൻഡ് സ്പിൻ ആംഗുലർ മൊമെൻറ്റ്സ് അല്ലേ. അതിനകത്ത് ആ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുമ്പോൾ എന്താണ്, ഓർബിറ്റൽ ഉണ്ടാവും, പിന്നെ ഇലക്ട്രോൺസിനെ സ്വയം തിരിയുമ്പോൾ സ്പിൻ ഉണ്ടാവും. ഈ സ്പിൻ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റ്സ് ഒക്കെ കൂട്ടിയതാണ് അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് മാഗ്നറ്റിക് മൊമെൻറ്റ് അല്ലെങ്കിൽ ടോട്ടൽ ഡൈപോൾ മൊമെൻറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഈ ഡൈപോൾ മൊമെൻറ്റ്, മാഗ്നറ്റിക് ഡൈപോൾ നമ്മൾ എന്താ പറയുക, ഒരു മാഗ്നറ്റിക് മൊമെൻറ്റ് സ്ട്രോങ് ആവണമെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം എല്ലാ ഇലക്ട്രോൺസും ഒറ്റ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യണമെന്ന് വിചാരിക്കാം അല്ലേ. നമ്മളിപ്പോൾ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺസൊക്കെ ഒരു ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താവും, അവിടുത്തെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഒരു ഡയറക്ഷനിലാവും. അവരൊക്കെ എന്താണ്, സ്ട്രോങ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ആണ്. അവരൊക്കെ എന്താണ്, സ്ട്രോങ്ലി മാഗ്നറ്റൈസ്ഡ് അല്ലെങ്കിൽ സ്ട്രോങ്ലി മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആയിരിക്കും, അങ്ങനത്തെ മെറ്റീരിയൽസ് അല്ലേ. ഇനി കുറച്ച് ആൾക്കാർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും റാൻഡം മോഷനിലാണ് ഇലക്ട്രോൺസ് എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ റാൻഡം മോഷനിലാണ് അതിൻ്റെ ഇലക്ട്രോൺസിൻ്റെ ഓറിയൻറ്റേഷൻ റാൻഡം മോഷനിലാണെന്ന് വിചാരിക്കാം. അങ്ങനെ ആകുമ്പോൾ എന്താണ്, ഈച്ച് അതർ ക്യാൻസൽ ചെയ്തിട്ട് എന്ത് ചെയ്യും, അവിടുത്തെ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ മാഗ്നറ്റിസം എന്ത് ചെയ്യും, ഏറ്റവും കുറവായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇല്ല എന്ന് തന്നെ പറയാം, ഏറ്റവും ഫീബിളായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്താണ് മാഗ്നറ്റിക് ഡൈപോൾ ഉണ്ടാവാനുള്ള 3 കണ്ടീഷൻ അല്ലേ. അപ്പോൾ നമ്മൾ ഇത്രയും സംസാരിച്ചത് അതിൻ്റെ ക്ലാസിക്കൽ ആസ്പെക്ട്സ് ആണ്, അതായത് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിൻ്റെ ക്ലാസിക്കൽ ആസ്പെക്ട്സിനെ പറ്റിയിട്ടാണ് ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനി നമ്മളതിൻ്റെ ക്വാണ്ടം ബിഹേവിയറിലേക്ക് കടക്കുകയാണ്, അതായത് ഒരു മാറ്ററിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയണം. അപ്പോൾ ആ ഒരു മാറ്റർ എടുത്തു കഴിഞ്ഞാൽ ആ മാറ്ററിനകത്തുള്ള എന്താണ്
അതിൻ്റെ എന്താ പറയുക മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ആ മാറ്റർ മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ ബിഹേവിയർ ആവുക എന്നുള്ളതിനെ അനുസരിച്ചിട്ടാണ് നമ്മൾ ആ മെറ്റീരിയൽ അല്ലെങ്കിൽ ആ മാറ്ററിനെ എന്തായിട്ട് തിരിച്ചിരിക്കുന്നത്, മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ഡിപ്പെൻഡിങ് അപ്പോൺ ബിഹേവിയർ ഓഫ് മാറ്റർ ഇൻ ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ദേ ആർ ഡിവൈഡഡ് ഇൻ ടു 3: പാരാമാഗ്നറ്റിസം, ഡയാമാഗ്നറ്റിസം ആൻഡ് ഫെറോമാഗ്നറ്റിസം. ഓക്കെ, അതായത് ആ മാറ്ററിനെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ബിഹേവിയർ, അതിൻ്റെ ബിഹേവിയർ എന്താണെന്നുള്ളതിനനുസരിച്ചിട്ടാണ് നമ്മൾ പാരാമാഗ്നറ്റിസം, ഡയാമാഗ്നറ്റിസം, ഫെറോമാഗ്നറ്റിസം എന്നുള്ള 3 ടൈപ്പായിട്ട് അതിനെ തരംതിരിച്ചിരിക്കുന്നത്. എന്താണ് പാരാമാഗ്നറ്റിസം നോക്കാം. പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസിൽ പെർമനൻറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ്സ് അതിനകത്തുണ്ടായിരിക്കും. ഓൾറെഡി അതിനൊരു പെർമനൻറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അതായത് ഈ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി എന്താണ്, കുറച്ച് ഡൈപോൾ മൊമെൻറ്റ് ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള, അതിന് ഓൾറെഡി അതിന് എന്തുണ്ട്, ഒരു പെർമനൻറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ഉള്ള ടൈപ്പ് മെറ്റീരിയൽസ് ആണ് എന്ത്, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മൊമെൻറ്റ് എങ്ങനെയാണ് കിട്ടുന്നത്, ഒന്നുമില്ലെങ്കിൽ ഓർബിറ്റൽ മോഷൻ നിന്ന് അല്ലെങ്കിൽ സ്പിൻ മോഷൻ നിന്ന്. ഇലക്ട്രോൺസിൻ്റെ ഓർബിറ്റൽ മോഷൻ എന്നോ സ്പിൻ മോഷൻ എന്നോ ആണ് എന്താണ് ഈ പെർമനൻറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് കിട്ടുന്നത്, അല്ലേ. ഇനി ഇലക്ട്രോൺസ് എന്താണ്, ഇലക്ട്രോൺസ് ഓപ്പോസിറ്റ് സ്പിന്നുള്ളതൊക്കെ എന്താണ് ക്യാൻസൽ ചെയ്ത് പോവും. അങ്ങനെ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ചിലത് ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് സ്പിൻ മോഷൻ നിന്ന്, അതായത് ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള ആ ആറ്റംസ് എടുക്കുമ്പോൾ, ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുമ്പോൾ എന്താണ് അവർ മാത്രം എന്താണ് ക്യാൻസൽ ചെയ്ത് പോവാണ്ട് എന്താണ് കുറച്ച് മൊമെൻറ്റ്, മാഗ്നറ്റിക് മൊമെൻറ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യാണ്. അത് എന്തെന്ന്, അതിൻ്റെ ഇലക്ട്രോൺസിൻ്റെ സ്പിൻ മോഷനിൽ ഒരു കുറച്ച് മാഗ്നറ്റിക് മൊമെൻറ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് എന്താണ് ഒരു എന്തെന്ന് പറയുന്നത്, പെർമനൻറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് ചെറുതായിട്ട് അവർക്ക് ഉണ്ടെന്ന് പറയണത്, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസിന് ഉണ്ടെന്ന് പറയണത്. ഓക്കെ, ഇനി ഇത് കൂടാണ്ട് അതിൻ്റെ ന്യൂക്ലിയസിനകത്ത് എന്താണ് ചാർജിൻ്റെ മോഷൻ നടക്കുമ്പോൾ അതിനകത്തുനിന്നും അതിന് എന്ത് കിട്ടുന്നുണ്ട്, ഒരു മാഗ്നറ്റിക് മൊമെൻറ്റ്സ് അതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഈ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസിന് നമ്മൾ എക്സ്റ്റേണൽ ഫീൽഡ് കൊടുക്കുകയാണെങ്കിൽ ഇവർ എന്തിനനുസരിച്ച്, നമ്മൾ കൊടുക്കുന്ന ഫീൽഡിനനുസരിച്ച് ഇവരെന്ത് ചെയ്യും, മാഗ്നറ്റൈസ്ഡ് ആവും. ദ സബ്സ്റ്റൻസസ് ആർ ഫീബിളി മാഗ്നറ്റൈസ്ഡ്, അതായത് കുറച്ച് മാഗ്നറ്റൈസ്ഡ് ആവും. ആൻഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റൈസിങ് ഫീൽഡ്, നമ്മൾ കൊടുക്കുന്ന ഫീൽഡിനനുസരിച്ച് അതേ ഡയറക്ഷനിൽ ഇവർ മാഗ്നറ്റൈസ്ഡ് ആവും. ഇതാണ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ്. എക്സാമ്പിൾ അലുമിനിയം, സോഡിയം, കോപ്പർ ക്ലോറൈഡ്, അങ്ങനത്തെ ലിക്വിഡ് ഓക്സിജൻ, ഇതിനൊക്കെ എക്സാമ്പിളാണ്. ഇനി ഡയാമാഗ്നറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരാമാഗ്നറ്റിക്സിൻ്റെ ഏകദേശം പ്രോപ്പർട്ടീസൊക്കെ സെയിം തന്നെയാണ്, പക്ഷേ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെന്ന് മാത്രം. ഡയാമാഗ്നറ്റിക്സിൽ പറയുന്നത് ഫീബിളി മാഗ്നറ്റൈസർ തന്നെയാണ്, പക്ഷേ ഇവർ ഉണ്ടാവുന്നത് നമ്മൾ കൊടുത്ത ഫീൽഡിന് ഓപ്പോസിറ്റായിട്ടാണ് ഇവർ എന്ത് കാണിക്കുക, മാഗ്നറ്റൈസ്ഡ് ആവുക. നമ്മൾ കൊടുക്കുന്ന ഫീൽഡിന് ഓപ്പോസിറ്റായിട്ടാണ് ഇവർ എന്താവുക, മാഗ്നറ്റൈസ്ഡ് ആവുക. ഇൻ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ഓൾ ഡൈപോൾ മൊമെൻറ്റ്സ് ആർ ഡ്യൂ ടു സ്പിൻ. എല്ലാ ഡൈപോൾ മൊമെൻറ്റ്സും, മറ്റോടത്ത് ഓർബിറ്റിൽ കൊണ്ടും ഉണ്ടായിരുന്നു, സ്പിൻ കൊണ്ടും ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ സ്പിൻ കൊണ്ട് മാത്രമാണ് അവരൊക്കെ എന്താണ് ക്യാൻസൽ ചെയ്ത് പോവും. In opposite direction which have opposite spin moments, the magnetic effect due to diamagnetic material comes from the orbital motion of the electron. അതായത് സ്പിൻ മോഷൻ കൊണ്ടുള്ളതൊക്കെ ഇവിടെ ഓപ്പോസിറ്റായിട്ട് ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഓൺലി ഫ്രം ഓർബിറ്റൽ മോഷൻ ഓഫ് ദ ഇലക്ട്രോൺ, അതുകൊണ്ടുള്ള കുറച്ച് മാഗ്നറ്റിക് എഫക്റ്റ് മാത്രമാണ് ആർക്കുള്ളത്, ഡയാമാഗ്നറ്റിസിനുള്ളത്. നേരത്തെ പാരാമാഗ്നറ്റിസിൻ്റെ കേസിൽ എന്തുകൊണ്ടുണ്ടായിരുന്നു, സ്പിൻ മോഷൻ കൊണ്ടുണ്ടായിരുന്നു, ഓർബിറ്റൽ മോഷൻ കൊണ്ടും എന്തുണ്ടായിരുന്നു, നമുക്ക് അത് മാഗ്നറ്റിസം കുറച്ച് പ്രൊവൈഡ് ചെയ്തിരുന്നു. ഇവിടെ പറയുന്നത് ഓർബിറ്റൽ മോഷൻ കൊണ്ട് മാത്രം, സ്പിൻ മോഷൻ കൊണ്ടുള്ളത് മുഴുവൻ എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്ത് പോവും. ഓർബിറ്റൽ മോഷൻ കൊണ്ടുള്ള കുറച്ച് മാഗ്നറ്റിസം മാത്രമാണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിൽ എക്സിസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. നമ്മൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ അകത്ത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവരെന്താണ് മാഗ്നറ്റൈസർ ആവും, പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അതാണ് ഡയാമാഗ്നറ്റിക് ഡിക്രീസസ് ദ ഫീൽഡ് ഇൻ വിച്ച് ഇറ്റ് ഈസ് പ്ലേസ്ഡ്. എവിടെയാണോ വെച്ചത് അവിടുത്തെ ഫീൽഡ് എന്ത് ചെയ്യും, അതിൻ്റെ ഫീൽഡ് ഡിക്രീസ് ചെയ്യും. അതായത് ഇത് ഓപ്പോസിറ്റാണ് എന്താണ് മാഗ്നറ്റൈസ്ഡ് ആവണം. ഇനി ഇതിൽ അതിൻ്റെ എക്സാമ്പിളാണ് ബിസ്മത്ത്, കോപ്പർ എന്ന് പറഞ്ഞാൽ, ലെഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ. ഇനി ഇതിലൊന്നും പെടാത്ത ഒരു ടൈപ്പ് ആൾക്കാരാണ് ആര്, ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് വന്ന. ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് വന്നാൽ സ്ട്രോങ്ലി മാഗ്നറ്റൈസ്ഡ് മെറ്റീരിയലാണ്. സബ്സ്റ്റൻസസ് which are strongly magnetized in the direction of magnetizing field. നമ്മൾ കൊടുക്കുന്ന ഫീൽഡിനനുസരിച്ച് സ്ട്രോങ്ലി ആയിട്ട് ഇവർ രണ്ട് ആൾക്കാരെക്കാളും ഏറ്റവും സ്ട്രോങ്ങറായിട്ട്
മാഗ്നറ്റൈസർ ആവാനുള്ള പവർ ആർക്കുണ്ട്? ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിനുണ്ട്. അതായത് ഈ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിനകത്ത് നമ്മൾ പറയും ഡൊമൈൻസ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഡൈപോൾ മൊമെൻറ്റ്സ് ഡൊമൈൻസിൻ്റെ രൂപത്തിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് ഒരു ബഞ്ച് ഓഫ് എന്താ പറയുക ഡൈപോൾ മൊമെൻറ്റ്സ് ഒരേ ഡയറക്ഷനിലാണ്, പിന്നെ വേറെ ബഞ്ച് ഓഫ് ഡൈപോൾ മൊമെൻറ്റ്സ് വേറൊരു ഡയറക്ഷനിലാണ്. അങ്ങനെ നമ്മൾ എക്സ്റ്റേണൽ ഫീൽഡ് കൊടുക്കുമ്പോൾ ഈ ബഞ്ചുകളെല്ലാം കൂടി ഒറ്റ ഡയറക്ഷനിലാണ്. അതുകൊണ്ടാണ് ഇവരെന്ത് സ്ട്രോങ്ലി മാഗ്നറ്റൈസ്ഡായി മാറുന്നത്. അപ്പോൾ സബ്സ്റ്റൻസസ് വിച്ച് ആർ സ്ട്രോങ്ലി മാഗ്നറ്റൈസ്ഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റൈസിങ് ഫീൽഡാണ് എന്ത് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ സബ്സ്റ്റൻസസ് വിച്ച് ആർ ഫീബിളി മാഗ്നറ്റൈസ്ഡ് ആൻഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റൈസ്ഡ്. പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ നമ്മൾ കൊടുക്കുന്ന ഡയറക്ഷനിലെ അതേ ഡയറക്ഷനിൽ കുറച്ച് മാഗ്നറ്റൈസ്ഡ് ആവും. പിന്നെ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ നമ്മൾ കൊടുക്കുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കുറച്ച് മാഗ്നറ്റൈസ്ഡ് ആവും. ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന അതേ ഡയറക്ഷനിൽ എന്താവും മാഗ്നറ്റൈസ്ഡ് ആവും. ഇതാണ് മൂന്നും തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അയൺ, നിക്കൽ, കൊബാൾട്ടൊക്കെ എന്താണ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിന് എക്സാമ്പിളാണ്. സ്ട്രോങ്ലി മാഗ്നറ്റൈസ്ഡ് ആവും. ഇവരുടെ മെയിൻ ഇവർ തമ്മിലുള്ള എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇവിടെ എന്താണ് മെയിൻ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സബ്സ്റ്റൻസസ് വിച്ച് ആർ ഫീബിളി ഡയമാഗ്നറ്റിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സബ്സ്റ്റൻസസ് വിച്ച് ആർ ഫീബിളി മാഗ്നറ്റൈസ്ഡ് ആൻഡ് ഓപ്പോസിറ്റ് ടു ദ മാഗ്നറ്റൈസിങ് ഫീൽഡ് അല്ലേ. മാഗ്നറ്റൈസിങ് ഫീൽഡിന് ഓപ്പോസിറ്റായിട്ട് ഫീബിളി മാഗ്നറ്റൈസ്ഡ് ആവും. മ്യൂ ആർ ലെസ് ദാൻ 1, അതായത് റിലേറ്റീവ് പെർമിയബിലിറ്റി. അതാണ് മ്യൂ ആർ എന്ന് ഉദ്ദേശിക്കുന്നത്. ആ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? μ/μ0 ആണ്. മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഡിവൈഡഡ് ബൈ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അതാണ് μ/μ0. ആ റേഷ്യോനാണ് നമ്മൾ മ്യൂ ആർ എന്ന് പറയുന്നത്. μ/μ0 എന്ന് പറഞ്ഞ റേഷ്യോനാണ് മ്യൂ ആർ എന്ന് പറയുന്നത്. മ്യൂ ആർ ലെസ് ദാൻ 1 ആയിരിക്കും. പിന്നെ കൈ ഈസ് നെഗറ്റീവ് ആൻഡ് സ്മോൾ. കൈ എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ആണ്. കൈ ഇസ് ഈക്വൽ ടു I/H, where I is the intensity of magnetization and H is the magnetizing field. ആ വാല്യൂ ആണ്, ആ റേഷ്യോനാണ് കൈ എന്ന് പറഞ്ഞാൽ. I/H എന്ന് പറഞ്ഞ റേഷ്യോനാണ് കൈ എന്ന് പറഞ്ഞത്. കൈ ഈസ് നെഗറ്റീവ് ആൻഡ് സ്മോൾ അല്ലേ. ദേ മൂവ് ഫ്രം സ്ട്രോങ്ങർ റീജിയൻ ഓഫ് മാഗ്നറ്റൈസിങ് ഫീൽഡ് ടു ദ വീക്കർ റീജിയൻസ്. ദേ ആർ റിപ്പൾഡ് ബൈ ദ ബാർ മാഗ്നറ്റ്. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നമുക്ക് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഓരോ പോയിൻ്റ് ആയിട്ട് പറയുമ്പോൾ ഈ ഡയാമാഗ്നറ്റിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് പാരാമാഗ്നറ്റിസം. ഇവർ രണ്ടുപേരുടെയും കുറച്ച് സ്ട്രോങ്ലി ആയിട്ടുള്ള ആളാണ് ആര്? ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഈ എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെല്ലാം നോക്കി വെക്കണം. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചറാണ്. പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻസ് ഓൺ ടെമ്പറേച്ചറാണ്. ഫെറോ മാഗ്നറ്റിക്കും ഡിപ്പെൻസ് ഓൺ ടെമ്പറേച്ചറാണ്. ഓക്കെ, ഇനി ബാർ ഓഫ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ സസ്പെൻഡഡ് ബിറ്റ്വീൻ പോൾ പീസ് ഓഫ് എ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റിൻ്റെ ഇടയിൽ നമ്മളൊരു ബാർ ഓഫ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് അലൈൻസ് ഇറ്റ് സെൽഫ് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ കൊടുത്ത മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അതെന്ത് വന്നിട്ട് അലൈൻ ചെയ്യുക. നമ്മൾ ബാർ മാഗ്നറ്റിൻ്റെ രൂപത്തിലുള്ള ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ തൂക്കിട്ട് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഫീൽഡ് ഏതാണോ അതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ട് വന്നിട്ടാണ് ആരെ അലൈൻ ചെയ്യുക? ഈ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ അലൈൻ ചെയ്യുക. ഇനി പാരാമാഗ്നറ്റിക് ആകുമ്പോൾ എങ്ങനെയാവും? അതിൻ്റെ അതേ ഡയറക്ഷനിൽ നമ്മൾ കൊടുക്കുന്ന ഫീൽഡ് ഏതാണോ അതിൻ്റെ സെയിം ഡയറക്ഷനിലാണ് വന്നിട്ട് എന്ത് ചെയ്യുക? അലൈൻ ചെയ്യുക. ഫെറോ മാഗ്നറ്റിക് എങ്ങനെയായിരിക്കും? നമ്മൾ കൊടുക്കുന്ന അതേ ഡയറക്ഷനിൽ അത് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അലൈൻ ഉണ്ടാവും. അതൊക്കെയാണ് ഇവർ തമ്മിലുള്ള 3 വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് നോട്ട് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് ഇവർ 3 പേരും കൂടിയിട്ടുള്ള മെയിൻ വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞത്.